ഈശോയെ സ്നേഹം നിറഞ്ഞവരെ, ഗ്ലോറിയയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഉണ്ണി യേശുവിൻ്റെ തിരുപ്പിറവിയിലേക്ക് നമ്മൾ വരുമ്പോൾ ഓരോ ക്രിസ്മസിനും നമുക്ക് തമ്പുരാൻ തരുന്ന മനോഹരമായ ഒരു മെസ്സേജ് എന്താണ്? ഞാൻ ഈ ഭൂമിയിലേക്ക് ഉണ്ണിയായിട്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത്, ദൈവം എന്നെ പറഞ്ഞയച്ചത് അപ്പമാകാനാണ്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇനിയുള്ള ജീവിതകാലം മുഴുവൻ അപ്പത്തിൻ്റെ രൂപത്തിൽ തിരുവോസ്തിയായി നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുവാൻ, ലയിക്കുവാൻ ഇറങ്ങി വരുന്ന നസ്രയനായ ഉണ്ണി യേശുവിനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. യോഹന്നാന്റെ സുവിശേഷം 6:51 പറയുന്നവരെ, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഈശോ സ്നേഹം നിറഞ്ഞവരെയും ഇങ്ങനെ വിശുദ്ധ കുർബാനയിലൂടെ ഇറങ്ങി വരുന്ന ഒരു ഉണ്ണി യേശുവിനെയാണ് ഓരോ ക്രിസ്മസിനും നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്. ലോകത്തിലുള്ള ഏറ്റവും വലിയ അത്ഭുതമായ ഈ വിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയിൽ വളരാൻ അവൻ നമ്മളെ പ്രത്യേകം അനുഗ്രഹിക്കുന്നു. പുലരിയിൽ ഉണർന്ന് എൻ്റെ മകനെ ബലിയർപ്പിക്കുന്നതിൽ നീ വീഴ്ച വരുത്തരുത് എന്ന് പരിശുദ്ധ അമ്മ നമ്മളോട് പറഞ്ഞു തരുന്നതായിട്ടൊന്ന് ആലോചിച്ച് നോക്കിക്കും. എന്നും നീ ബലിയർപ്പിക്കുമ്പോൾ നിന്റെ ജീവിതം എൻ്റെ മകൻ ഏറ്റെടുക്കും. ദിവ്യകാരുണ്യ കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുന്ന ആത്മാക്കളെല്ലാം സ്വർഗരാജ്യത്തിന് അവകാശികളാകും. ഈശോ സ്നേഹം നിറഞ്ഞവരെയും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വിശുദ്ധ കുർബാനയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. യോഹന്നാൻ 6:14 പറഞ്ഞു തരികയാണ്. നിങ്ങൾ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്നും പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം, അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ്. 1 കൊരിന്തോസ് 11:26 പൗലോസ്ലീഹ നമ്മോട് പറഞ്ഞു തരുന്നു. അവർക്ക് ഭക്ഷിക്കാൻ അവിടുന്ന് മന്ന വർഷിച്ചു, സ്വർഗീയ ധാന്യം അവർക്ക് നൽകി. സങ്കീർത്തനം 78:24 ദാവീദ് നമ്മോട് പറഞ്ഞു തരുന്നു. ഇതുപോലെ എല്ലാ അവസരത്തിലും നമ്മളെ ഹൃദ്യമായ രീതിയിൽ നമുക്ക് വിരുന്നൊരുക്കാൻ ഇറങ്ങി വരുന്ന ഒരു നസ്രയനായ ഉണ്ണി യേശുവിൻ്റെ തിരുപ്പിറവിയിലേക്ക് നമുക്ക് അനുദപിക്കാം, പശ്ചാത്തപിക്കാം, ചേർന്നിരിക്കാം. ആമേൻ. This is a sweet and bitter spiritual program. Join with us in sharing